എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ ക്യാബേജ് തോരൻ. ആ ഒരു തോരനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ, അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു സദ്യ സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് നമ്മളൊരു സദ്യ സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്യാബേജ് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ക്യാബേജൊക്കെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരവിയത്, പിന്നെ ഒരു സവാള, പച്ചമുളക്, ഉഴുന്നുപരിപ്പ്, കടുക്, കരിയാപ്പില. നമ്മളൊരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് വറ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് മതി, ഒരു നുള്ളു പോലെ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ ഒരു പകുതി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരു സവാളയുടെ. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ട് വേണം നമുക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യമേ സവാള ഇട്ട് കൊടുക്കുന്നത് ക്യാബേജ് പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ സവാള ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുന്ന. നമുക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് സവാള വഴച്ചെടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ക്യാബേജ് പറഞ്ഞാൽ എപ്പോഴും ഒരു മഞ്ഞ കളറായിരിക്കുമല്ലേ, അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കുക. ആ ഒരു സവാളയുടെയും പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴാട്ടോ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമ്മൾ ഇളക്കി കൊടുക്കുക. ക്യാബേജ് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയോടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ക്യാബേജ് തോരനോട് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂസും കമൻസും ഒക്കെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്